ഇനി 79ാമതായി കടന്നു വരേണ്ടത് എഫ് രാജ, ദേവികുളത്ത് നിന്നുള്ള UDF അംഗം എഫ് രാജ. രാജമാരുടെ പോരാട്ടം കൂടിയായിരുന്നു ദേവികുളത്ത്. എ രാജ LDF സ്ഥാനാർത്ഥി, എഫ് രാജ UDF സ്ഥാനാർത്ഥി, ഒപ്പം എസ് രാജേന്ദ്രൻ മുൻ LDF അംഗം കൂടിയായ എസ് രാജേന്ദ്രൻ അവിടെ BJPക്ക് വേണ്ടി മത്സരിച്ചു. ഒടുക്കം ജയിച്ചത് എഫ് രാജയാണ്. രാജ ആദ്യമായി മത്സരിക്കുന്നു, ആദ്യമായി നിയമസഭയിലേക്ക് എത്തുന്നു. $5233 വോട്ടിന് എ രാജയെ തോൽപ്പിച്ചാണ് എഫ് രാജ ആദ്യമായി നിയമസഭയിലേക്ക് കടന്നു വരുന്നത്. சட்டமன்ற பேரவையின் உறுப்பினராக தேர்ந்தெடுக்கப்பட்ட எஃப் ராஜா என்னும் நான் சட்ட முறைப்படி நிறுவப்பட்டுள்ள இந்திய அரசியல் அமைப்பு சட்டத்தின் மீது உண்மையான நம்பிக்கையும் பற்றும் உறுதி கொண்டிருப்பேன் என்றும் இந்திய நாட்டின் இறையாண்மையையும் ஒற்றுமைப்படையும் நிலைநிறுத்துவேன் என்றும் நான் இப்போது மேற்கொள்வதற்கும் கடமையை உண்மையாகவும் நேர்மையாகவும் நிறைவேற்றுவேன் என்று கடவுளின் பெயரில் ഉറുതിയളിக்கிறேன். വ്യത്യസ്തമായി തമിഴിലാണ് സത്യവാചകം ചൊല്ലിയത് എഫ് രാജ. തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലം കൂടിയാണ്. എഫ് രാജയും നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ എടുത്തിരിക്കുന്നു. അടുത്ത ഊഴം കെ രാജൻ